ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആസ്പെയർ OET. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റൈറ്റിംഗിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാമോ എന്തൊക്കെ ടൈപ്പ് ലെറ്റേഴ്സ് ആണ് OET റൈറ്റിങ്ങിലുള്ളതെന്ന്? നമ്മൾ പലപ്പോഴും ലെറ്റേഴ്സ് എഴുതുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് വരുന്നതായിട്ട്. സോ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണുള്ളത്. നമുക്കത് ഏതൊക്കെയാണ്? So first one is reference letter, രണ്ടാമത്തേത് transfer letter, the third one is discharge letter. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഫഷണൽസ് OET ലെറ്റർ എഴുതുന്നുണ്ടെങ്കിൽ ഈ 3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സും മിക്കവാറും പ്രൊഫഷണൽസിന് കോമൺ ആണ്. സോ എന്താണ് ഈ റെഫറൽ ലെറ്റർ? നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെഫറൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിനെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ നിന്നും മറ്റൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. റെഫർ എ പേഷ്യൻറ്റ് ഫ്രം വൺ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ടു അനദർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയാൻ കാരണം അത് ആരും ആകാം. ഒരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നത് ഒന്ന് ഒരു നഴ്സിൽ നിന്നും നഴ്സിലേക്കാവാം, ഒരു ഡോക്ടറിൽ നിന്നും നഴ്സിലേക്കാവാം, അല്ലെങ്കിൽ ഡോക്ടർ ടു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ടു ഫിസിയോതെറാപ്പിസ്റ്റ് ആവാം, അല്ലെങ്കിൽ നഴ്സ് ടു അനദർ സ്പെഷ്യലൈസ്ഡ് നഴ്സ് ആവാം. ഏതെങ്കിലും 2 ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് തമ്മിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ നിന്നും മറ്റൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിലേക്ക് നമ്മളൊരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഫറൻസ് ലെറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഫിസിഷ്യൻ്റെ അണ്ടറിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പേഷ്യൻ്റ് LRT ആയിട്ട് അഡ്മിറ്റായ പേഷ്യൻ്റാണ്. പക്ഷേ പേഷ്യൻ്റ് ചില ECG ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ആർക്ക് റെഫർ ചെയ്യും? കാർഡിയോളജിസ്റ്റിന് റെഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ റെഫർ ചെയ്യുന്നത് ഈ ഫിസിഷ്യൻ ആയിരിക്കാം. ഫിസിഷ്യൻ കാർഡിയോളജിസ്റ്റിന് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് റെഫറൻസ് ആണ്. അങ്ങനെ റെഫർ ചെയ്ത് എഴുതുന്ന ഒരു ലെറ്ററിനെ നമുക്ക് റെഫറൻസ് ലെറ്റർ എന്ന് വിളിക്കാം. അതല്ല, ഇപ്പോൾ പേഷ്യൻ്റ് വന്നു, പേഷ്യൻ്റ് എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ കണ്ടു, പേഷ്യൻ്റ് ഒരു ഓൺകോളജി റെഫറൻസ് വേണം, അല്ലെങ്കിൽ നമ്മളൊരു ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേഷ്യൻ്റ് വിടുവാണ്. അപ്പോൾ നമ്മളൊരു നേഴ്സാണ് ആ പർട്ടിക്കുലർ വാർഡിലെ, നമ്മൾ അവിടെ നിന്നും പേഷ്യൻറ്റിനെ ഒരു ഓൺകോളജി നേഴ്സിനെ റെഫർ ചെയ്യാം. ഇതൊക്കെ എക്സാമ്പിൾസ് മാത്രമാണ്. അപ്പോൾ ആര് തമ്മിലും റെഫറൻസ് അതല്ലെങ്കിൽ നമ്മളൊരു പേഷ്യൻ്റ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറിനെ റെഫർ ചെയ്യാം. അപ്പം ഒരു പേഷ്യൻറ്റിനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി, അത് ചിലപ്പോൾ ഡയഗ്നോസിസ് ആവാം, അസസ്മെൻ്റ് ആവാം, ഫർദർ കെയർ ആകാം, ട്രീറ്റ്മെൻറ്റ് ആവാം, ഫിസിയോ ആവാം, ന്യൂട്രീഷണൽ കെയർ ആവാം, സോഷ്യൽ സപ്പോർട്ട് ആവാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പർപ്പസിന് വേണ്ടി ഒരു പേഷ്യൻറ്റിനെ മറ്റൊരാൾക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതിനെയാണ് റെഫറൽ ലെറ്റർ എന്ന് പറയുന്നത്. ഈ കേസിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഫിസിക്കലി മൊബിലൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പേഷ്യൻറ്റ് മേ ഓർ മേ നോട്ട് ബി മൊബിലൈസ്ഡ്. ചിലപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ റെഫറൻസിന് വേണ്ടി പേഷ്യൻ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി റെഫർ ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ നിന്ന് ആൾ വന്ന് പേഷ്യൻ്റ് എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് കാണാം. അപ്പം പേഷ്യൻ്റ് മൂവ് ചെയ്യണം, മൊബിലൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഈ കേസിൽ. പേഷ്യൻറ്റ് മേ ഓർ മേ നോട്ട് ബി മൊബിലൈസ്ഡ് ഫിസിക്കലി ആയിരിക്കും റെഫറൻസ് ലെറ്ററിൽ. ഇതാണ് ഒരു റെഫറൻസ് ലെറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഒരു ട്രാൻസ്ഫർ ലെറ്റർ എന്ന് നോക്കാം. ട്രാൻസ്ഫർ ലെറ്റർ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് നമ്മളിവിടെ ഫിസിക്കലി മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരു ഫെസിലിറ്റിയിൽ നിന്നും വേറൊരു ഫെസിലിറ്റിയിലേക്കാണ് പേഷ്യൻറ്റിന് ഇവിടെ മൂവ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനെ തിരികെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രാൻസ്ഫർ ലെറ്റർ. ആ സമയത്ത് നമ്മൾ എഴുതുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ലെറ്ററാണ്. അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം കാർഡിയോളജി സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് വന്നു, പേഷ്യൻ്റ് എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് അർജൻറ്റായിട്ട് പേഷ്യൻ്റ് വേറെ കാർഡിയോളജി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വിടണം. അപ്പോൾ അവിടെ നമ്മൾ പേഷ്യൻ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ആ സമയത്ത് എഴുതുന്ന ലെറ്റർ ഇത് ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സോ എഴുതുന്ന ലെറ്റർ അവിടെ ട്രാൻസ്ഫർ ലെറ്ററാണ്. അല്ലെങ്കിൽ പേഷ്യൻ്റ് നമ്മൾ ആഫ്റ്റർ ഡിസ്ചാർജ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് വിടുകയാണ്, അവിടെയും നടക്കുന്നത് ട്രാൻസ്ഫറാണ്. അപ്പോൾ പേഷ്യൻറ്റിനെ ഇവിടെ ഫിസിക്കലി നമ്മൾ മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ട്രാൻസ്ഫർ ലെറ്റർ പേഷ്യൻ്റ് വിൽ ഫിസിക്കലി മൊബിലൈസ് ഫ്രം വൺ ഫെസിലിറ്റി ടു അനദർ ഫെസിലിറ്റി. ആ കേസിൽ നമ്മൾ എഴുതുന്ന ലെറ്ററിനെയാണ് ട്രാൻസ്ഫർ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പേഷ്യൻറ്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണോ അവർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസ് നോട്ടിൽ മാർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെന്ന് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചില കേസിൽ ഫെസിലിറ്റിയുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇന്ന ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻ്റ് പോവുകയാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ചില കേസിൽ അവിടെ റിസീവ് ചെയ്യുന്ന ആരാണോ ഡോക്ടർ അല്ലെങ്കിൽ ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് ആരാണോ അവിടെ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അവരുടെ പേരുണ്ടായിരിക്കും. അപ്പം ഇന്ന പേഷ്യൻറ്റിനെ ഞാൻ നിങ്ങളുടെ ഫെസിലിറ്റിയിലേക്ക് എന്താവശ്യത്തിനാണോ റെഫർ ചെയ്യുന്നത് അതിന് വേണ്ടി റെഫർ ചെയ്യുന്നു എന്ന് നമ്മൾ വ്യക്തമായിട്ട് അവിടെ എഴുതണം.
ഈ ഓരോ ടൈപ്പ് ഓഫ് ലെറ്ററിൻ്റെയും ഇൻട്രൊഡക്ഷൻ എങ്ങനെ വരുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ലെറ്റർ. ഇനി ട്രാൻസ്ഫർ ലെറ്ററിൻ്റെ അകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട വേറൊരു കാര്യം, ട്രാൻസ്ഫർ ഇതിൻ്റെ ഒരു സബ് ടൈപ്പ് എന്ന പോലെ ട്രാൻസ്ഫർ ബാക്ക് അഥവാ സെൻഡ് ബാക്ക് ലെറ്റേഴ്സ് ഉണ്ട്. ട്രാൻസ്ഫർ ബാക്ക് അഥവാ സെൻഡ് ബാക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു പേഷ്യൻ്റ് അയാൾ എവിടെ നിന്ന് വന്നു അതേ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ട്രാൻസ്ഫർ ബാക്ക് അഥവാ സെൻഡ് ബാക്ക് ആണെന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പോൾ എന്തെങ്കിലും ഒരു അക്യൂട്ട് കണ്ടീഷൻ, പേഷ്യൻ്റ് LRT ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പം നഴ്സിംഗ് ഹോമിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അതൊരു ട്രാൻസ്ഫർ ലെറ്ററാണ്, ഒരു ട്രാൻസ്ഫറാണ് നടക്കുന്നത്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് റിക്കവറായി തിരികെ ഈ നഴ്സിംഗ് ഹോമിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അപ്പം നമ്മൾ അതിനെ വിളിക്കുന്നത് ട്രാൻസ്ഫർ ബാക്ക് ഓർ സെൻഡ് ബാക്ക് എന്നാണ്. പേഷ്യൻ്റ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എഴുതുന്ന ലെറ്ററാണ് ട്രാൻസ്ഫർ ബാക്ക് ഓർ സെൻഡ് ബാക്ക് ലെറ്റർ. അങ്ങനെയുള്ള ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ കൃത്യമായി മെൻഷൻ ചെയ്യുക ട്രാൻസ്ഫർ ബാക്ക് അഥവാ സെൻഡ് ബാക്ക് ആണെന്നുള്ള കാര്യം. കാരണം അവർക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പേഷ്യൻ്റ് അവിടെ നിന്ന് തിരികെ ഇങ്ങോട്ട് വരികയാണെന്നുള്ള കാര്യം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടന്റിലാണ്. കണ്ടന്റ് എഴുതുമ്പോൾ ഒരിക്കലും അവർക്ക് നോൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ പേഷ്യൻ്റ് അവർക്ക് നോൺ കേസ് ആണ്. വട്ട് യു മീൻ ബൈ നോൺ കേസ്? നോൺ കേസ് എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിനെ ഓൾറെഡി നമ്മൾ ലെറ്റർ എഴുതുന്ന ആൾക്ക് അറിയാം, ആരാണോ റിസീവ് ചെയ്യുന്നത് അയാൾക്ക് അറിയാം പേഷ്യൻറ്റിനെ പറ്റിയെങ്കിൽ അതൊരു നോൺ കേസ് ആണ്. ഇപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിൽ നിന്ന് പേഷ്യൻ്റ് വരുമ്പോൾ ആ നഴ്സിംഗ് ഹോമിലുള്ളവർക്ക്, ഫോർ എക്സാമ്പിൾ നേഴ്സിന് ഈ പേഷ്യൻ്റ് വെൽ നോൺ ആയിരിക്കും, അവർക്കറിയാം പേഷ്യൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു GP എഴുതുമ്പോൾ GP പേഷ്യൻറ്റിനെ പറ്റി അറിയാം, അതൊരു നോൺ കേസാണ്. അങ്ങനെ വരുന്ന കേസിൽ ഓൾറെഡി അവർക്ക് അറിയാമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടാത്ത കുറച്ച് ഹിസ്റ്ററികളുണ്ട്. മെയിനായിട്ട് പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, റെഗുലർ മെഡിക്കേഷൻസ്, പേഷ്യൻ്റ് ഫാമിലി ഹിസ്റ്ററി, ഹാബിറ്റ്സ്, പേഷ്യൻറ്റിൻ്റെ അലർജി അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊന്നും പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഓൾറെഡി അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അക്യൂട്ടായിട്ട് എന്ത് സംഭവിച്ചു, എന്തിനു വേണ്ടി പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഫർദർ കെയർ എന്താണ് വേണ്ടത്, എന്താണ് ഡിസ്ചാർജ് പ്ലാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ ലെറ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വേറെ മറ്റുള്ള ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് കൂടാണ്, അൺനെസറി ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വേർഡ് കൗണ്ട് എക്സീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് നോൺ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ലെറ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ഫർ ബാക്ക് ഓർ സെൻഡ് ബാക്ക് ലെറ്റർ. വ്യക്തമായിട്ട് കേസ് നോട്ട് വായിച്ചത് സെൻഡ് ബാക്ക് ആണോ ട്രാൻസ്ഫർ ബാക്ക് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ട്രാൻസ്ഫർ ബാക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹിസ്റ്ററി ഒന്നും നമ്മൾ പിന്നീട് കണ്ടന്റിൽ റിപ്പീറ്റ് ചെയ്യരുത്. സോ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്ചാർജ് ലെറ്റർ എന്താണെന്ന് നോക്കാം. അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഡിസ്ചാർജ് ലെറ്റർ എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് ഒരു ഫെസിലിറ്റി, മെയിനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ലെറ്ററാണ് ഡിസ്ചാർജ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജ് പ്ലാൻ എന്താണെന്നുള്ളതായിരിക്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ എപ്പോഴും പേഷ്യൻ്റെ റിക്കവറി സ്റ്റാറ്റസ് കൂടി മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഡിസ്ചാർജ് ലെറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ റെഫറലോ ട്രാൻസ്ഫറോ ആയേക്കാം. കാരണം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പേഷ്യൻറ്റിനെ ചിലപ്പോൾ ഫിസിക്കലി ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഫിസിക്കലി ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഇപ്പോൾ പേഷ്യൻ്റ് വേറെ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ, ഇപ്പോൾ ഒരു ഡയബറ്റിക് നഴ്സിൻ്റെ സർവീസ് പേഷ്യൻ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഡിസ്ചാർജ് സമയത്ത് ഡയബറ്റിക് നഴ്സിന് ഒരു ലെറ്റർ എഴുതാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഡോക്ടറിന് സ്പെഷ്യലൈസേഷൻ വേണമെങ്കിൽ അതിന് എഴുതാം. അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ റെഫർ ചെയ്യാം. ഇപ്പോൾ ഡിസ്ചാർജ് സമയത്ത് തന്നെ ഈ ഡിസ്ചാർജ് ലെറ്റർ തന്നെ റെഫർ ലെറ്ററോ ട്രാൻസ്ഫർ ലെറ്ററോ ആകാനുള്ള ചാൻസും ഉണ്ട്. അത് ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ അത് വ്യക്തമായിട്ട് അതിൻ്റെ പർപ്പസ് നമ്മുടെ കേസ് നോട്ട് വായിച്ച് മനസ്സിലാക്കി അതിൽ എന്താണോ മെയിൻ ആയിട്ടുള്ള പർപ്പസ് അത് നമ്മൾ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഇങ്ങനെ ഈ 3 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗോൾ എപ്പോഴും സെയിം ആയിരിക്കും, അത് ശ്രദ്ധിക്കുക. നമ്മുടെ പർപ്പസിൽ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ പർപ്പസിലും ചിലപ്പോൾ കണ്ടന്റിലും മാത്രമേ ചെറിയ വേരിയേഷൻ വരുന്ന, ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. അതായത് നമ്മുടെ ലെറ്ററിനോടുള്ള നമ്മുടെ അപ്രോച്ച് എപ്പോഴും സെയിം ആയിരിക്കണം. കേസ് നോട്ട് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക, ഇൻഫർമേഷൻസ് വ്യക്തമായിട്ട് വായിച്ച് ആവശ്യമുള്ള കേസ് നോട്ട് സെലക്ട് ചെയ്യുക. എപ്പോഴും കേസ് നോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ലെറ്ററിൽ വരുന്ന വ്യത്യാസം എപ്പോഴും, ട്രാൻസ്ഫർ ബാക്ക് ലെറ്ററിൻ്റെ വ്യത്യാസം എപ്പോഴും ഓർത്തിരിക്കണം. സോ
നമ്മൾ എഴുതുന്ന ലെറ്റർ റെഫറൽ ആയാലും ഡിസ്ചാർജ് ആയാലും ട്രാൻസ്ഫർ ആയാലും നമ്മുടെ സെലക്ഷൻ ഓഫ് ഇൻഫർമേഷനും ആ ലെറ്ററിൻ്റെ സ്ട്രക്ചർ അഥവാ കണ്ടന്റും ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ലെറ്ററിൻ്റെ പർപ്പസിനെയാണ് ഈ ടൈപ്സ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ലെറ്ററിൻ്റെ ടൈപ്പിനനുസരിച്ച് നമ്മുടെ ലെറ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ വ്യത്യാസം വരും. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും കണ്ടന്റിനായിരിക്കും, പർപ്പസിനായിരിക്കും. അങ്ങനെ ഓരോ ലെറ്ററിൻ്റെയും പർപ്പസ് വെച്ച് എങ്ങനെ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു റെഫറൽ ലെറ്റർ ആണെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം? ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു റെഫർ ദ പേഷ്യൻറ്റ് ഫോർ, എന്താണോ പർപ്പസ് അത് അവിടെ മെൻഷൻ ചെയ്യണം. ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു റെഫർ ദിസ് സോ ആൻഡ് സോ പേഷ്യൻറ്റ് ഫോർ ദ ഫർദർ കെയർ. ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ടെസ്റ്റിനാണെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനാണെങ്കിൽ അത്, ഫിസിയോ ആണെങ്കിൽ അത്, അങ്ങനെ എന്താണോ ആ പർപ്പസ് അവിടെ മെൻഷൻ ചെയ്യുക. ഇനി ട്രാൻസ്ഫർ ലെറ്റർ ആകുമ്പോഴത്തേനും നമ്മൾ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് എഴുതുക, ദിസ് പേഷ്യൻറ്റ് ഇസ് ബീയിങ് ട്രാൻസ്ഫേർഡ് ഇൻ ടു യുവർ ഫെസിലിറ്റി ഫോർ ഫർദർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദിസ് പേഷ്യൻറ്റ് ഇസ് ബീയിങ് ഡിസ്ചാർജ് ഇൻ ടു യുവർ ഫെസിലിറ്റി ആഫ്റ്റർ ദ കെയർ ഫോർ സോ ആൻഡ് സോ കണ്ടീഷൻ. ദിസ് പേഷ്യൻറ്റ് ഇസ് റിക്കവറിങ് ഫ്രം, ഇപ്പോൾ ന്യൂമോണിയ ആണെങ്കിൽ ന്യൂമോണിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്കവിടെ ഡിസ്ചാർജ് ലെറ്ററിന് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന ഡിഫറെൻറ്റ് സെൻറ്റൻസിലായിരിക്കും, ഏത് സെൻറ്റൻസ് ആണെന്നുള്ളതൊന്നും പ്രശ്നമില്ല. നമ്മൾ എഴുതുന്ന കാര്യത്തിൽ ഉള്ള പർപ്പസ് വ്യക്തമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ താങ്ക് യു ഫോർ സീയിങ് എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നോ ഐ റൈറ്റ് ദിസ് ലെറ്റർ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ദിസ് പേഷ്യൻറ്റ് ഈസ് ബീയിങ് ഡിസ്ചാർജ്ഡ്, അല്ലെങ്കിൽ ദിസ് പേഷ്യൻറ്റ് ഈസ് ബീയിങ് ട്രാൻസ്ഫേർഡ് എന്നോ, അല്ലെങ്കിൽ ദിസ് ലെറ്റർ ഈസ് ബീയിങ് റിട്ടേൺ ടു ട്രാൻസ്ഫർ ദിസ് സോ ആൻഡ് സോ പേഷ്യൻറ്റ്. നമ്മൾ ഏത് തരത്തിലുള്ള സെൻറ്റൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ എഴുതുന്ന കണ്ടന്റ് അവിടെ പർപ്പസ് അവിടെ വ്യക്തമായിരിക്കണം. അതായത് നമ്മൾ റെഫർ ചെയ്യുവാണോ, പേഷ്യൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണോ, ട്രാൻസ്ഫർ ബാക്ക് ചെയ്യുവാണോ, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആവുകയാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആ ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. സോ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെറ്റർ എന്നും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.